പൊതുജനങ്ങളോട് ആത്മാർത്ഥതയും നേതൃപാഠവും ജനപിന്തുണയും പ്രവൃത്തി ഗുണവും എല്ലാം ഉണ്ടായിരുന്നിട്ടും അർഹതപ്പെട്ട അവസരങ്ങൾ തുടർച്ചയായി നിഷേധിക്കപ്പെട്ട് ഒരു പഞ്ചായത്ത് അംഗം പോലും ആവാതെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന നിരവധി ആളുകളെ നമുക്കിടയിൽ കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ നിരാശ പൂണ്ട് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാതെ തൻ്റെ പാർട്ടിയിൽ വിശ്വസിച്ച് ഇന്നും മുന്നോട്ട് പോകുന്ന നൂറുകണക്കിന് ആളുകളെയും ഓരോ കേന്ദ്രങ്ങളിലും നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. എന്നാൽ ഇതിനൊരു മറുവശവുമുണ്ട്. അർഹതപ്പെട്ടതിലേറെ ആനുകൂല്യങ്ങൾ തീരെ ചെറിയ പ്രായത്തിൽ ലഭിച്ചിട്ടും അത്യാഗ്രഹം പൂണ്ട് നിർണായക സമയത്ത് പാർട്ടിയെ വഞ്ചിച്ച്, മുന്നണിയെ വഞ്ചിച്ച്, പിന്നിൽ നിന്ന് കുത്തി കാലുവാരി പാർട്ടിയുടെ അവസരങ്ങൾ തല്ലിക്കെടുത്തുവാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ രാഷ്ട്രീയ ഭാവി എന്നേക്കുമായി ഇരുളടഞ്ഞു പോയിട്ടുള്ള നിരവധി നേതാക്കളെയും ഇത്തരത്തിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ഇത്തരമൊരു നേതാവിനെക്കുറിച്ച് പരാമർശിക്കുവാനാണ്, അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം വിവരിക്കുവാനാണ് ഇന്ന് ഈ വീഡിയോ പ്രേക്ഷകർക്കായി പങ്കുവെക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുവാൻ ഇന്ന് ഈ ദിവസം തിരഞ്ഞെടുത്തതിനും ഒരു പ്രത്യേക കാരണമുണ്ട്. തൃണമൂൽ കോൺഗ്രസുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് PV അൻവർ നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിനൊപ്പം ആ വേദിയിൽ ഒരു നിഴലായി ഇദ്ദേഹത്തെ ഞാൻ കാണുവാനിടവന്നു. എത്രമാത്രം രാഷ്ട്രീയ ഗതികേടാണ് ഇപ്പോൾ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ളത് എന്നോർത്തപ്പോഴാണ് അദ്ദേഹം എടുത്ത തെറ്റായ തീരുമാനങ്ങളെക്കുറിച്ചും അതിൻ്റെ പശ്ചാത്തലങ്ങളെക്കുറിച്ചും പ്രേക്ഷകർക്കായി ഒരു വിവരണം നൽകണം എന്ന തീരുമാനത്തിലേക്ക് ഞാൻ എത്തിയത്. കോട്ടയം ജില്ലയിലെ UDFൻ്റെ അമരക്കാരനായിരുന്ന സജി മഞ്ഞക്കടമ്പിൽ എന്ന യുവ നേതാവിനെക്കുറിച്ചാണ് ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. തീരെ ചെറിയ പ്രായത്തിൽ തന്നെ KM മാണിയുടെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്കും പാർലമെൻ്ററി അധികാര സ്ഥാനത്തേക്കും കടന്നു വന്നിട്ടുള്ള നേതാവാണ് സജി മഞ്ഞക്കടമ്പിൽ. മാണി ഗ്രൂപ്പിൻ്റെ ശക്തി കേന്ദ്രമായിരുന്ന കരൂർ പഞ്ചായത്തിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് തീരെ ചെറിയ പ്രായത്തിലാണ് KM മാണി സജി മഞ്ഞക്കടമ്പിലിനെ നിയോഗിച്ചത്. പിന്നീട് എൻ്റെ ധാരണ ശരിയാണെങ്കിൽ അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുവാനും സജി മഞ്ഞക്കടമ്പിലിന് KM മാണി അവസരം നൽകി. ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അദ്ദേഹം 5 വർഷക്കാലം കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗമായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മാണി ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായി UDF സ്ഥാനാർത്ഥിയായി പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുവാൻ സജി മഞ്ഞക്കടമ്പിൽ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ മകനായ ജോസ് കെ മാണിയുടെ നിർദ്ദേശമനുസരിച്ച് ജോർജ് കുട്ടി അഗസ്തി എന്ന മറ്റൊരു നേതാവിനാണ് 2016 KM മാണി പൂഞ്ഞാറിൽ നിന്നുള്ള UDF ടിക്കറ്റ് നൽകിയത്. ഇതിൽ പ്രതിഷേധിച്ച സജി മഞ്ഞക്കടമ്പിൽ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിയിൽ കലാപമുണ്ടാക്കുന്ന സാഹചര്യം ഒഴിവാക്കുവാനായി അദ്ദേഹത്തിന് പാർട്ടിയുടെ യുവജന സംഘടനയായിട്ടുള്ള യൂത്ത് ഫ്രണ്ടിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയാണ് KM മാണി നൽകിയത്. പിന്നീട് KM മാണിയുടെ മരണത്തിന് ശേഷം PJ ജോസഫും ജോസ് കെ മാണിയും വഴിപിരിഞ്ഞപ്പോൾ പാർട്ടി രണ്ടായി പിളർന്നപ്പോൾ സജി മഞ്ഞക്കടമ്പിൽ PJ ജോസഫ് വിഭാഗത്തിനൊപ്പം നിലയുറപ്പിക്കുകയും പാർട്ടിയുടെ കോട്ടയം ജില്ലാ അധ്യക്ഷനായി നിയോഗിക്കപ്പെടുകയും ചെയ്തു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂർ നിയോജക മണ്ഡലം അല്ലെങ്കിൽ ഏറ്റുമാനൂർ സീറ്റ് ലക്ഷ്യമിട്ട് സജി മഞ്ഞക്കടമ്പിൽ ചില പ്രവർത്തനങ്ങളും നീക്കങ്ങളും നടത്തിയിരുന്നു. എന്നാൽ അന്ന് അവിടെയുള്ള വിജയസാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്ന പരിഗണന നൽകിക്കൊണ്ട് യുവ നേതാവായിട്ടുള്ള പ്രിൻസ് ലൂക്കോസിനെയാണ് PJ ജോസഫ് സ്ഥാനാർത്ഥിയായി അവരോധിച്ചത്. ദയനീയമായി പ്രിൻസ് ലൂക്കോസ് 2021 ഇപ്പോൾ മന്ത്രിയായിട്ടുള്ള VN വാസവനോട് പരാജയപ്പെടുകയും ചെയ്തു. ഈ ഘട്ടത്തിലും സജി മഞ്ഞക്കടമ്പിൽ കലഹമുണ്ടാക്കുകയും പൊട്ടിത്തെറിയുണ്ടാക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനായി PJ ജോസഫിൻ്റെ കേരള കോൺഗ്രസും അതുപോലെ തന്നെ UDFും ചേർന്ന് അദ്ദേഹത്തെ UDF സംവിധാനത്തിൻ്റെ കോട്ടയം ജില്ലാ ചെയർമാനായി UDF സംവിധാനത്തിൻ്റെ ജില്ലയിലെ പരമോന്നത നേതാവായി അവരോധിക്കുകയും ചെയ്തു. പിന്നീട് 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ PJ ജോസഫ് വിഭാഗത്തിന് കോട്ടയം പാർലമെൻറ്റ് സീറ്റ് വിട്ടു നൽകിയപ്പോൾ ആ സീറ്റിൽ മത്സരിക്കുവാനുള്ള ആഗ്രഹവും സജി മഞ്ഞക്കടമ്പിൽ പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ വിജയസാധ്യതയുൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിർദ്ദേശത്തും കൂടി കണക്കിലെടുത്തുകൊണ്ട് PJ ജോസഫ് ഇടുക്കി മുൻ MP ആയിരുന്ന KM ജോർജ് എന്ന കേരള കോൺഗ്രസ് സ്ഥാപക നേതാവിൻ്റെ മകനായ K ഫ്രാൻസിസ് ജോർജിനെയാണ് സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിപ്പിച്ചത്. ആ തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ ചുക്കാൻ പിടിക്കുവാൻ സജി മഞ്ഞക്കടമ്പിലിനെ PJ ജോസഫും UDF മുന്നണി സംവിധാനവും നിയോഗിക്കുകയും ചെയ്തു. ആ സമയത്താണ് സജി മഞ്ഞക്കടമ്പിൽ പ്രത്യേകിച്ച് ബാലിശമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് UDFിലെ പദവികൾ ഉപേക്ഷിച്ച് പാർട്ടിയെയും മുന്നണിയെയും വഞ്ചിച്ചുകൊണ്ട് NDAയുടെ ഭാഗമാകുവാൻ ഒരു തീരുമാനമെടുത്തത്. 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് സ്ഥാനാർത്ഥിയായ ഫ്രാൻസിസ് ജോർജ് നോമിനേഷൻ സമർപ്പിക്കുന്ന വേളയിൽ അദ്ദേഹത്തിനൊപ്പം കളക്ടറുടെ ചേംബറിലേക്ക് പ്രവേശിക്കുവാൻ 4 പേർക്ക് മാത്രമാണ് അനുവാദം നൽകിയിരുന്നത്. ഈ 4 പേരെ നിശ്ചയിച്ചപ്പോൾ ജില്ലയിൽ നിന്നുള്ള ഏറ്റവും മുതിർന്ന UDF നേതാവായിട്ടുള്ള കോട്ടയം MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ,
അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായി പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ കടുത്തുരുത്തി MLA ആയ മോൻസ് ജോസഫ്, കോട്ടയം DCC അധ്യക്ഷൻ നാട്ടകം സുരേഷ്, മുസ്ലിം ലീഗിൻ്റെ ജില്ലാ അധ്യക്ഷൻ എന്നിവരെയാണ് നിയോഗിച്ചത്. തന്നെ ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയെ അനുഗമിക്കുന്നതിൽ നിന്ന് വിലക്കി എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് സജി മഞ്ഞക്കടമ്പിൽ അന്ന് പാർട്ടി വിട്ടതും NDA സ്ഥാനാർത്ഥിയായ തുഷാർ വെള്ളാപ്പള്ളിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തനം നടത്തിയത്. ഏതൊക്കെയാണെങ്കിലും ഇടതുമുന്നണിയും NDAയും സജി മഞ്ഞക്കടമ്പിൽ ഇത്തരത്തിൽ UDFും പാർട്ടിയും വിട്ടതിനെ വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ ആ തെരഞ്ഞെടുപ്പിൽ ശ്രമങ്ങൾ നടത്തിയെങ്കിലും സജി മഞ്ഞക്കടമ്പിൽ ആരാണ് എന്ന് കൃത്യമായ അറിവുള്ള വോട്ടർമാർ ഇക്കാര്യം ഗൗനിച്ചതേയില്ല എന്നതാണ് വസ്തുത. 80,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഫ്രാൻസിസ് ജോർജ് അന്ന് MP ആയി കോട്ടയത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏതൊക്കെയാണെങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്ത് വണ്ടിയും ചിലവുകാശും എല്ലാം നൽകി സജി മഞ്ഞക്കടമ്പിലിനെ തലയിൽ കൊണ്ടു നടന്നിരുന്ന BJP മുന്നണി, അതിനുശേഷം തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള BJPയുടെയും NDAയുടെയും നേതാക്കൾ അതിനുശേഷം അദ്ദേഹത്തെ കരിവേപ്പില പോലെ ഉപേക്ഷിക്കുകയും അദ്ദേഹം രൂപം കൊടുത്ത കേരള കോൺഗ്രസ് വിഭാഗത്തിന് മുന്നണി പ്രവേശം, NDA മുന്നണി പ്രവേശം എന്ന സാധ്യതകൾ ഇല്ലാതാകുകയും ചെയ്തതോടെ പിന്നീട് സജി മഞ്ഞക്കടമ്പിലിനെ നമുക്ക് കാണുവാൻ സാധിച്ചത് PV അൻവറിൻ്റെ പിണയാളായിട്ടാണ്. PV അൻവർ MLA സ്ഥാനം രാജിവെച്ചതോടെ, PV അൻവർ പുതിയ പാർട്ടി പ്രഖ്യാപിച്ചതോടെ സജി മഞ്ഞക്കടമ്പിൽ PV അൻവറിൻ്റെ ഉറ്റ വലങ്കൈയായി മാറുകയായിരുന്നു. ആ ഘട്ടത്തിൽ സജി മഞ്ഞക്കടമ്പിൽ പ്രതീക്ഷിച്ചത് PV അൻവർ UDFിൻ്റെ ഘടകകക്ഷിയാകുകയും ഇത്തരത്തിൽ അൻവറിൻ്റെ പാർട്ടിക്ക് 2 സീറ്റുകൾ ലഭിക്കുകയും ചെയ്യുമ്പോൾ അൻവറിനെ കൂടാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ പോകുന്ന UDF സ്ഥാനാർത്ഥിയായി താൻ നിയോഗിക്കപ്പെടുമെന്നാണ്. എന്നാൽ അൻവറിന് തന്നെ ബേപ്പൂരിൽ നിന്ന് മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തതോടെയാണ് UDF ഒരു ടിക്കറ്റ് അനുവദിച്ചു നൽകിയത്. ഇത്തരത്തിൽ സജിയുടെ ആ കണക്കൂട്ടലുകളും പാളിപ്പോകുകയായിരുന്നു. പിന്നീട് ഇപ്പോൾ PV അൻവർ തൃണമൂലുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് പുതിയ പാർട്ടിക്ക് രൂപം കൊടുക്കുമ്പോൾ അവിടെ ഒരു നിർണായക പദവി ലഭിക്കുമെന്നുള്ള പ്രത്യാശയിലായിരിക്കണം ഈ ഘട്ടത്തിലും PV അൻവറിനൊപ്പം ഉറച്ചു നിന്നുകൊണ്ട് സജി മഞ്ഞക്കടമ്പിൽ തൻ്റെ രാഷ്ട്രീയം മുൻപോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഏതൊക്കെയാണെങ്കിലും ഇവിടെ നാം ഓർത്തിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ടിക്കറ്റ് ലഭിച്ചില്ലായിരുന്നു എങ്കിൽ കൂടിയും UDF സംവിധാനത്തിൻ്റെ നേതൃനിലയിൽ തലപ്പക്കത്തോടുകൂടി ഉയർന്നു നിൽക്കുവാൻ സജി മഞ്ഞക്കടമ്പിലിനുണ്ടായിരുന്ന അവസരമാണ് കേവലം നോമിനേഷൻ കൊടുക്കുന്ന വേളയിൽ കളക്ടറുടെ മുറിയിലേക്ക് കൂട്ടിയില്ല എന്ന ബാലിശമായ കാരണം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇല്ലാതാക്കിയത്. ഇന്നിപ്പോൾ UDFിൻ്റെ വരാന്തയിൽ, കോട്ടയം ജില്ലാ UDF യോഗങ്ങളിൽ പോലും ക്ഷണമില്ലാതെ അതിൻ്റെ വരാന്തയിൽ കാത്തു കെട്ടി നിൽക്കേണ്ട ഒരു രാഷ്ട്രീയ ഗതികേടിലേക്ക് ഇത്തരത്തിൽ UDFിൻ്റെ നേതൃസ്ഥാനത്തിരുന്ന ഒരു നേതാവ് പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പദവികളോടുള്ള അത്യാഗ്രഹവും സ്ഥാനമാനങ്ങളോടുള്ള വല്ലാത്തൊരു ആക്രാന്തവും, ഒരു അംഗീകരിക്കുവാൻ ഒരിക്കലും കഴിയില്ലാത്ത വിധത്തിൽ പൊതുപ്രവർത്തകന് ചേരാത്ത നിലയിലുള്ള ദുരഭിമാനവും. ഏതൊക്കെയാണെങ്കിലും ഇതിൻ്റെ എല്ലാം ആത്യന്തികമായ ദോഷങ്ങൾ സജി മഞ്ഞക്കടമ്പിൽ തന്നെയാണ് അനുഭവിക്കുന്നത്. ഇനിയിപ്പോൾ UDFിനൊരു ഭരണം വന്നാൽ, ജോസഫ് ഗ്രൂപ്പിൻ്റെ ഭാഗമായി ക്ഷമയോടുകൂടി UDFിൽ നിലനിന്നിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കാമായിരുന്ന വലിയ വലിയ അംഗീകാരങ്ങൾ, ഞാൻ പറയുന്നത് ബോർഡ്, കോർപ്പറേഷൻ അധ്യക്ഷ സ്ഥാനങ്ങളെക്കുറിച്ചാണ്, അവയിലേക്കൊന്നും അദ്ദേഹം പരിഗണിക്കപ്പെടുവാനുള്ള സാധ്യതയില്ല. സജി മഞ്ഞക്കടമ്പിലിൻ്റെ ഈ രാഷ്ട്രീയ അനുഭവങ്ങൾ ഓരോ രാഷ്ട്രീയക്കാരനും മുന്നിൽ ഒരു പാഠമാവേണ്ടതാണ്. തങ്ങൾക്ക് അവസരം നൽകി, തങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ നൽകി വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കേവലം ബാലിശമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തള്ളിപ്പറയുകയും നിർണായക സമയത്ത് പിന്നിൽ നിന്ന് കുത്തുവാൻ ശ്രമിക്കുകയും ചെയ്താൽ ആത്യന്തികമായി തങ്ങളുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെടുമെന്നും കാലത്തിൻ്റെ കാവ്യനീതി അനുസരിച്ച് അതേ മുന്നണിയുടെ വരാന്തയിൽ അല്ലെങ്കിൽ അടുക്കളപ്പടിക്കൽ ഒരവസരത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ഗതികേടുണ്ടാകും എന്നുള്ള പാഠമാണിത്. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് സജി മഞ്ഞക്കടമ്പിലിനുണ്ടായിട്ടുള്ള തിക്താനുഭവങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ തിരിച്ചടികളെക്കുറിച്ചുമുള്ള എനിക്കറിയാവുന്ന വിവരങ്ങൾ നിങ്ങൾക്കായി നൽകിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.